ലോക ധ്യാന ദിനം ആചരിച്ചു കഞ്ചാർ കുടുംബാരോഗ്യ കേന്ദ്രം. ഡിസംബർ 21 രാത്രി 8 മണിക്കാണ് ആദ്യമായി ലോക ധ്യാന ദിനാചരണം നടക്കുന്നത്. ഇതിന് മുന്നോടിയായാണ് കഞ്ചാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലും ധ്യാന ദിനാചരണം നടത്തിയത്. കഞ്ചാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇനി മുതൽ ഡിസംബർ 21 ലോക ധ്യാന ദിനമായാണ് ആചരിക്കുന്നത്. ഇന്ന് രാത്രി 8 മണിക്ക് കോടിക്കണക്കിന് ആളുകൾ ഒരേ സമയത്ത് ധ്യാനിക്കും. ധ്യാന ഗുരുദേവാണ് ധ്യാനം നയിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും സമാധാനപരമായ ഒത്തുചേരലാണിത്. ഉള്ളിലെ ആനന്ദം അനുഭവിക്കാനും അത് ലോകവുമായി പങ്കിടാനും ധ്യാനത്തിലൂടെ കഴിയും. കാഞ്ചിയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ധ്യാനം കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഗുണം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതാണ്. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും മറ്റ് എല്ലാ മേഖല നമ്മൾ എന്ത് ഓടുവോ ചാടുവോ തരത്തിൽ കൂടെയൊക്കെ ചെയ്തതിനപ്പുറമാണ് മെഡിറ്റേഷൻ. അത് കൃത്യമായി അനുഭവിച്ചിട്ട് ഉള്ള ആളാണ് ഞാൻ ആ കോഴ്സ് പൂർത്തിയാക്കി വളരെ നല്ല രീതിയിൽ 7 ദിവസം അല്ലേ 6 ദിവസം നിലനിൽക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പം അങ്ങനെ അത് ചെയ്യുന്നത് വളരെ ഉപകാരമാണ്. അതിനകത്ത് കുറേ കാര്യങ്ങൾ പ്രാണായാമങ്ങൾ ശ്വസനക്രിയകൾ ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് നിസ്സാരമായി ചെയ്തുകൊണ്ട് നമ്മുടെ ഓക്സിജന്റെ അളവ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിച്ചേരുന്നതാണ് പ്രാണായാമക്രിയകളും ശ്വസനക്രിയകളൊക്കെ. കാഞ്ചിയാർ കുടുംബാരോഗ്യത്തോടൊപ്പം 20 ഏക്കർ താലൂക്ക് ആശുപത്രി, ലബ്ബക്കട JPM കോളേജ്, കട്ടപ്പന നികുതി ഓഫീസ്, മാസ്റ്റേഴ്സ് അക്കാദമി എന്നിവിടങ്ങളിലും ധ്യാന പരിപാടി നടന്നു. കൈകൾ തുറക്കുക, അടയ്ക്കുകയും ചെയ്യാം. തല പിറകിലേക്ക്, വലത് തോളിലൂടെ തിരിച്ചു താടി നെഞ്ചിലേക്ക്. കാഞ്ചിയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കാഞ്ചിയാർ പഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആശുപത്രിയിലെ HI അനീഷ് ജോസഫ്, ആർട്ട് ഓഫ് ലിവിംഗ് ജില്ലാ സെക്രട്ടറി രശ്മ റജി ക്ലാസുകൾ നയിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ.